ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ വിദ്യാലക്ഷ്മി എഡ്യൂക്കേഷൻ പോർട്ടൽ. അപ്പോൾ ഈ പോർട്ടലിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പൊതുവേ എല്ലാ ബാങ്കിലും കയറി ഇറങ്ങി നടന്ന് അന്വേഷിക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു വിദ്യാലക്ഷ്മി എഡ്യൂക്കേഷൻ പോർട്ടൽ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവഴി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളെല്ലാ ബാങ്കും ഇങ്ങനെ കയറി ഇറങ്ങേണ്ട, എല്ലാ ബാങ്കിൻ്റെയും പലിശ കാര്യങ്ങൾ, അവർ എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുമോ, അവരുടെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ അവർ നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി, അതായത് ഈ ഒരു വിദ്യാലക്ഷ്മി പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ പോർട്ടൽ വഴിയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വിദ്യാലക്ഷ്മി പോർട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോർട്ടലാണ് ഈ വിദ്യാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ പോർട്ടൽ എന്ന് പറയുന്നത്. ഇതിൽ പൊതുവേ ഈ എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു വെബ്സൈറ്റ് അവർ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇപ്പോൾ അധികം സ്റ്റുഡൻസും ഈ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ആവശ്യ സമയത്ത് കിട്ടിയെന്ന് വരില്ല എഡ്യൂക്കേഷൻ ലോൺ. ഒരുപാട് അതിൻ്റെ പുറകെ ഓടി നടക്കേണ്ട ആവശ്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ തന്നെ കൊണ്ടുവന്ന ഒരു വെബ്സൈറ്റാണ് ഈ വിദ്യാലക്ഷ്മി പോർട്ടൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ കീഴിൽ 139 എഡ്യൂക്കേഷൻ ലോൺ സ്കീംസാണ് വരുന്നത് 38 ബാങ്കിൻ്റെ കീഴിൽ. അതായത് നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു 38 ബാങ്കുകളെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു വിദ്യാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ പോർട്ടൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ 38 ബാങ്കിൻ്റെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ സ്കീമും അതുപോലെ തന്നെ അവരുടെ മാനദണ്ഡങ്ങൾ, പലിശ നിരക്ക്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഈ ഒരു പോർട്ടൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കയറുകയാണെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ ഈ പോർട്ടലിൽ ഏതൊക്കെ കാര്യങ്ങൾ, അതായത് ഏതൊക്കെ അസോസിയേഷൻസാണ് ജോയിൻ ചെയ്ത് വന്നിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം പറയുന്നത് സാമ്പത്തിക സേവന വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ധനകാര്യ മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം ആൻഡ് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ. ഈ 5 അസോസിയേഷൻസും കൂടെ, കമ്മ്യൂണിറ്റിയും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഈ വിദ്യാലക്ഷ്മി പോർട്ടൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ വിദ്യാലക്ഷ്മി പോർട്ടൽ വഴി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൊതുവേ നമ്മൾ ഈ അണ്ടർ ഗ്രാജുവേഷൻ, അതായത് ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നവർ, പിന്നെ ഈ PG കോഴ്സിന് പഠിക്കുന്നവർ, അങ്ങനത്തെ ചില കോഴ്സസിന് മാത്രമേ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ ഈ വിദ്യാലക്ഷ്മി പോർട്ടൽ വഴി അപ്ലൈ ചെയ്ത് കയറുന്ന സമയത്ത് അതിൽ ഓരോ ബാങ്കിൻ്റെയും ഡീറ്റെയിൽസ്, ഓരോ ബാങ്കിൻ്റെയും ലോണിൻ്റെ സ്കീംസ് നമ്മൾ കാണാം. അപ്പോൾ ഈ സ്കീമിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതായത് ഏതൊക്കെ ബാങ്ക് ഉണ്ടോ ആ ബാങ്കിൻ്റെ ഒക്കെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ വിദ്യാലക്ഷ്മി പോർട്ടൽ വഴി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു പോർട്ടൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ നമുക്ക് അവരുടെ ലോണിൻ്റെ സ്കീം, പലിശ, അവരുടെ മാനദണ്ഡങ്ങൾ, ആർക്കൊക്കെ കിട്ടും, എത്ര രൂപ വരെ എടുക്കുക എന്നുള്ളതൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് കിട്ടും. വിദ്യാലക്ഷ്മി പോർട്ടലിലെ മെയിൻ കുറച്ച് പോയിൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമുക്ക് ഇതിൽ കോമൺ ആയിട്ടൊരു ആപ്ലിക്കേഷൻ ഫോമാണ് ഉള്ളത്. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ലോണിന് കോമൺ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഫോം വഴിയാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോം വെച്ചിട്ട് നമുക്ക് ഏറ്റവും മാച്ച്, അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള 3 ബാങ്കിലോട്ട് നമുക്ക് ഈ ഒരു കോമൺ ഫോം വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ഓരോ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഇപ്പോൾ ഓരോ ബാങ്കിൻ്റെ പലിശ, മാനദണ്ഡങ്ങൾ, കാര്യങ്ങളൊക്കെ നമുക്ക് ആ വെബ്സൈറ്റ് പോയിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ മൂന്നാമത് പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഈ വെബ്സൈറ്റ് കയറിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ അക്ഷയയിൽ പോകണമെന്നില്ല. അക്ഷയയിൽ പോയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്ഷയയിൽ പോയിട്ട് അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റും ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് തന്നെ കയറിയിട്ട് ചെയ്യാവുന്നതാണ്, നമ്മുടെ ലോഗിൻ പാസ്വേഡും പിന്നെ ലോഗിൻ യൂസർ നെയിമും യൂസ് ചെയ്തിട്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നമുക്ക് അറിയണമല്ലോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈ സംഭവങ്ങളൊക്കെ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ മെയിൻ ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബാങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പൊതുവേ നമ്മൾ എഡ്യൂക്കേഷൻ ലോണിന് പോകുന്ന സമയത്ത് അങ്ങനെയാണല്ലോ. കാരണം നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ അന്വേഷിച്ച് അത് കഴിഞ്ഞ് അടുത്ത ബാങ്കിലും പോയി അന്വേഷിച്ച് അങ്ങനെ ഈ ലോണ് കിട്ടാനുള്ള സമയം കൂടുതലാവും. ഇനി ഇപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ആർക്കൊക്കെ ഈ എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പോൾ ഇങ്ങനൊരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ, അതായത് ഇപ്പോൾ ഓരോ ലോണിൻ്റെയും നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഓരോ ലോണിനും, എഡ്യൂക്കേഷൻ ലോണിനും ഓരോ ബാങ്കിനും സെപ്പറേറ്റ് മാനദണ്ഡങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്കത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ബാങ്ക് പോയിട്ട് അന്വേഷിക്കണം. പക്ഷേ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എഡ്യൂക്കേഷൻ ലോണിൻ്റെ അല്ലെങ്കിൽ വിദ്യാലക്ഷ്മി പോർട്ടൽ വഴി നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കറിയാൻ പറ്റും. പൊതുവേ UG അല്ലെങ്കിൽ PG, അതായത് ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നവർ ഡിഗ്രി കഴിഞ്ഞിട്ട്
പോസ്റ്റ് ഡിഗ്രി പഠിക്കുന്നവരൊക്കെയാണ് മെയിനായിട്ട് എഡ്യൂക്കേഷൻ ലോണിന് നോക്കുന്നത്. അപ്പോൾ അപേക്ഷ എങ്ങനെ സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിദ്യാലക്ഷ്മി പോർട്ടലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ നിന്ന് എടുത്ത് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ഡയറക്റ്റ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെബ്സൈറ്റിൽ കയറുക. എന്നിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ആദ്യം നമ്മുടെ ഒരു പേരും നമ്മുടെ കുറച്ച് ബയോ ഡാറ്റാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ബേസിക് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വെക്കണം. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ ലോണിൻ്റെ കാര്യങ്ങളും സ്കീമിൻ്റെ, അതായത് ഓരോരോ ബാങ്കിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ പിന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ചെന്നിട്ട് ഓരോ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ എത്ര കാലം ഈ പീരീഡ്, എത്ര കാലത്തിനകത്ത് തിരിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ പോയാൽ നമുക്ക് കിട്ടുന്നതാണ്. അത് ഓരോ ബാങ്കിനും സ്പെസിഫിക് രീതികളാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ബാങ്ക് ഏതാണോ ആ ബാങ്കിനെ വെച്ചിട്ട് ഇപ്പോൾ ആ ബാങ്കിൻ്റെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇത് വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാം. പിന്നെ സബ്സിഡി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ എഡ്യൂക്കേഷൻ ലോൺ എടുത്താലും ലോണാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത്ര കാലാവധിക്ക് ശേഷം അത് തിരിച്ചടക്കണം എന്നുള്ളൊരു കാര്യം വരും. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഓരോ വർഷത്തിൽ അല്ലെങ്കിൽ ഓരോ മാസത്തിൽ ഇത്ര പലിശ വരിക എന്നുള്ളൊരു കണക്കും നമുക്ക് കാണും. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചടക്കേണ്ട എമൗണ്ടിൽ, അതായത് ഇപ്പോൾ ഈ പലിശയിൽ ഇത്തിരി കുറവ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സബ്സിഡി വരുന്നത്. ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് സബ്സിഡീസ് കാര്യങ്ങൾ കിട്ടുന്നതാണ് നമ്മൾ ഈ വിദ്യാലക്ഷ്മി പോർട്ടൽ വഴി അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ ആർക്കൊക്കെ സബ്സിഡി കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത് കൊടുത്ത സമയത്ത് അതായത് ഏത് കോളേജിൽ അഡ്മിഷൻ എടുത്ത സമയത്താണോ നമ്മൾ ഈ എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്തിട്ട് ലോണ് നമുക്ക് കിട്ടാൻ തുടങ്ങുന്നത്, ആ കോളേജിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ പഠിച്ചാൽ മാത്രമേ അവർക്ക് ലോണും സബ്സിഡിയും കിട്ടത്തുള്ളൂ. അപ്പോൾ അവർ ഈ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടക്കൂടെ അവർ വേറെ കോളേജിലോട്ട് ട്രാൻസ്ഫർ ആയിട്ട് മാറി പോവുകയാണെങ്കിൽ അവർക്ക് ലോണ് കിട്ടും, പക്ഷേ സബ്സിഡി കിട്ടത്തില്ല. അങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്. പിന്നെ ഈ ലോണ് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കുമല്ലോ കോളേജിൽ. അപ്പോൾ ഈ അഡ്മിഷൻ എടുത്ത സമയത്ത് നമ്മുടെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ബോൺഫൈഡ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ കോളേജിൽ അവർ തരും. കോളേജിൻ്റെ ഒരു ഫ്രീ സ്ട്രക്ചർ, പിന്നെ അഫിലിയേഷൻ്റെ ഒരു പേപ്പർ, അതുപോലെ തന്നെ അവരുടെ ഈ ബോൺഫൈഡ് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ഹോസ്റ്റലറാണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ബോൺഫൈഡ് സർട്ടിഫിക്കറ്റും കൂടെ അവിടെ നിന്ന് നമുക്ക് തരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാങ്കിൽ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം ബാങ്കിൽ പോകുമ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ആ സംഭവങ്ങളിലൂടെ കൊണ്ടുപോയത്, അതായത് ഇപ്പോൾ നമ്മുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണം. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ രക്ഷിതാവോ അല്ലെങ്കിൽ കൂടെ ആരോ ഒരാളുടെ പ്രൂഫും കാര്യങ്ങളും ഒക്കെ അവർ ചോദിക്കും. കാരണം അവർക്കൊരു തെളിവ് വരണം, കാരണം അവർ ക്യാഷ് തരുന്നില്ല അതിന് വേണ്ടിയിട്ട്. പിന്നെ എത്ര ലക്ഷം രൂപ വരെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 ലക്ഷമാണ് നമ്മൾ പൊതുവേ കൊളാറ്ററൽ ഇല്ലാണ്ട്, അതായത് ഇപ്പോൾ സെക്യൂരിറ്റീസ്, ആധാരം കാര്യങ്ങളൊന്നും വെക്കാണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഈ 4 ലക്ഷത്തിൽ കൂടുതൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും സെക്യൂരിറ്റീസ് വെച്ചേ പറ്റൂ. അതായത് ഇപ്പോൾ ഗോൾഡോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ആധാരമോ കാര്യങ്ങളൊക്കെ വെച്ചാൽ മാത്രമേ 4 ലക്ഷത്തിൽ കൂടുതൽ കിട്ടത്തുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ച് ഇറങ്ങിയ ഉടനെ തന്നെ തിരിച്ചടക്കണമെന്നില്ല. പഠിച്ചിറങ്ങി കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് അടക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനകത്ത് നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നെക്സ്റ്റ് വർഷം മുതൽ നമ്മൾ അടച്ചു തുടങ്ങണം. അപ്പോഴേ നമുക്കിത് അടച്ചു തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വിദ്യാലക്ഷ്മി പോർട്ടൽ എന്ന് പറയുമ്പോൾ മാക്സിമം നമ്മുടെ ഈ ബാങ്കുകൾ എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങുന്നത് കുറക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് എഡ്യൂക്കേഷൻ ലോൺ കിട്ടാനുള്ളൊരു വഴിയായിട്ടാണ് വിദ്യാലക്ഷ്മി പോർട്ടലിനെ ഇപ്പോൾ എല്ലാവരും കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു.